നിറഞ്ഞ കൈയ്യടി എടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വിജയനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളെല്ലാം ആഗ്രഹിച്ച പോലെ നാളെ ഞങ്ങളുടെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അതിലുപരിയുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ തമ്പി എന്ന പുതിയ ഡയറക്ടർ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരുപാട് തയ്യാറെടുപ്പോടെ നാളെ സിനിമ തുടങ്ങുകയാണ്. എല്ലാം നന്നായി ചിത്രീകരിക്കാനും നന്നായി ഭവിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാം സ്നേഹവും സന്തോഷം പ്രോത്സാഹനം ഞങ്ങൾക്കുണ്ടാകും. നന്ദി. താങ്ക് യു ചേട്ടാ. താങ്ക് യു. നമ്മളുടെ ആശംസകൾ നേരുന്നതിന് വേണ്ടി നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം, മലയാളത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ പ്രിയപ്പെട്ട താരം അജ്മലിനെ ഞാൻ വേദിയിലേക്ക് അതിർപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അജ്മൽ. എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തൊരു ഫാമിലിയാണ്. ക്രിസ്ത്യൻ ഒരു ബ്രദറാണ് വിളിച്ചത്. ഞാൻ ഈ സിനിമയിലില്ല, പക്ഷെ മലയാളം കുറേ നാളായിട്ട് ചെയ്തിട്ടില്ല. തമിഴും തെലുങ്കൊക്കെ ബാക്ക് ടു ബാക്ക് ചെയ്ത് മടുത്ത് ഇനി കുറച്ച് നാൾ മലയാള സിനിമയിൽ ബാക്ക് ടു ബാക്ക് പരിപാടി പിടിക്കാനുള്ള പരിപാടി. സോ ഈ ടീമിലെ എല്ലാവരും, ഗണപതി, വിനയ് ഫോർട്ട്, ഇതിലെല്ലാം എല്ലാ പുതിയ ഡയറക്ടർ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. താങ്ക് യു സർ. ആശംസകൾ നേരുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വിനയ് ഫോർട്ടിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിനയ് ഫോർട്ട് ഈ ചിത്രത്തിന്റെ ഭാഗം കൂടിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിസ്റ്റിനെ മുതലാളി എന്ന് വിളിക്കുന്ന കാര്യം, ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ലിസ്റ്റിനെ എനിക്ക് തോന്നുന്നു ഞാൻ ലിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 6ാമത്തെ സിനിമയായിരിക്കും ഈ സിനിമ. താങ്ക് യു ലിസ്റ്റിൻ. അതുപോലെ തന്നെ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. പലപ്പോഴും എല്ലാ സിനിമകൾക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു എനർജി കിട്ടണമെന്നില്ല. കാര്യം അമല് വന്ന് ഈ കഥ പറഞ്ഞത് മുതൽ ഇപ്പൊ ഞാൻ ഒരുപാട് ഭയങ്കര മേജർ റോളൊന്നും ആണോന്ന് എനിക്കറിയണം, പക്ഷെ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അമൽ എനിക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. അതിനോട് ജസ്റ്റിസ് കാണിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആശംസ. താങ്ക് യു. താങ്ക് യു വിനയ് ഫോർട്ട്. നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി മലയാളത്തിന്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ എബ്രഹാം മധ്യസ്ഥാനം ഞാൻ വേദിയിലേക്ക് അതിർപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. മഹനീയമായ ചടങ്ങിൽ പങ്കാളിയാകുവാൻ ഒരിക്കലും സാധിച്ചതിൽ സന്തോഷമുണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫൻ യജമാനയുടെ ഈ പുതിയ സംരംഭത്തിന് ഗരുഡൻ എങ്ങനെ സൂപ്പർ ഹിറ്റായി വിജയമായോ അതിലുപരി വലിയ ഉപരിയായി സൂപ്പർ ഹിറ്റായി തന്നെ ഈ ചിത്രം തീരട്ടെ. എല്ലാവിധമായ ആശംസകൾ നേരുന്നു. നന്ദി. നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു. ആശംസകൾ നേരുന്നതിന് വേണ്ടി മലയാളത്തിന്റെ പ്രിയപ്പെട്ട മറ്റൊരു പ്രൊഡ്യൂസർ ആൽവിൻ ആന്റണിയെ കൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൽപ്പറ്റയ്ക്ക് പോയിരുന്നു. അപ്പോൾ ഒരാളെന്നെ വിളിച്ചു ചോദിച്ചു, ഈ ലിസ്റ്റിൻ്റെ കൂടെ എപ്പോഴും കൂടെ ഉള്ള ഭവനും മൗളി പട്ടിയെ പോലെ ഫുൾ ടൈം ലിസ്റ്റിൻ്റെ പുറകെ കിടക്കുന്നുണ്ട്. ശരിയാണല്ലേ? പട്ടിയാണോ? അപ്പം എനിക്ക് ഈ സിനിമയിൽ ഒരുപാട് എൻ്റെ പ്രാർത്ഥന ഒരുപാടുള്ളൊരു സിനിമയാണിത്. അതുപോലെ തന്നെ ലിസ്റ്റിൻ്റെ എല്ലാ സിനിമകളും വൻ വിജയമായ മാത്രമേ എനിക്കും പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കണം. താങ്ക് യു. നാസർ ലത്തീഫ് സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നല്ല വേദി, വലിയ വേദി. എന്തൊക്കെയാണെങ്കിലും ഇതിന്റെ പ്രൊഡ്യൂസർ ഈസ് ഗോട്ട് ദ ഗട്സ്. 37 സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞ ചില കാര്യമൊന്നുമല്ല. ഞാൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. നമ്മൾ ഈ 37 സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഈ ചെറുപ്പക്കാരന് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഇനി അങ്ങോട്ടേക്ക് 100 സിനിമ തയ്ക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ വിനയ പറഞ്ഞ പോലെ തന്നെ മുതലാളി ശരിയാണ്. നമ്മളൊക്കെ ഞാനൊക്കെ വന്ന കാലഘട്ടം 75-ലൊക്കെ പ്രൊഡ്യൂസറിന് മുതലാളി എന്ന് തന്നെ വിളിക്കായിരുന്നു. ഇപ്പോഴല്ലേ അതൊക്കെ മാറിയത്. ഇനിവേ ഒരു വലിയ മുതലാളിയാണ് അദ്ദേഹം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ദ ടെക്നിക്കൽ ടീം ആസ് വെൽ ആസ് ഓൾ ദ ആക്ടേഴ്സ്, എവരിബഡി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ആശംസകൾ നേരുന്നതിന് ഞാൻ കണ്ണൻ താമരക്കുളത്തെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ കണ്ണൻ താമരത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാ പ്രാർത്ഥനകളും നല്ല കണ്ടന്റുകൾ നോക്കി പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളാണ് ലിസ്റ്റിൻ ചേട്ടൻ. അപ്പോൾ ഇതും ഒരു ഗംഭീര സാധനമായിരിക്കും. നന്നാവട്ടെ. പ്രാർത്ഥനകൾ. താങ്ക് യു. താങ്ക് യു സർ. ആശംസകൾ നേരുന്നതിന് വേണ്ടി നമ്മുടെ ഈ ചിത്രത്തിന്റെ തന്നെ ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ പൗളി ചേച്ചി എന്ന് സ്വാഗതം ചെയ്യുന്നു. പൗളി വലിയ ഒരു കൈയടി കൊടുത്തോണ്ട് നമുക്ക് ചേച്ചി അതിർപൂർവ്വം സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം.
നീണ്ട കാത്തിരിപ്പോടുകൂടി സിനിമ ചെയ്യാൻ വന്നിരിക്കുന്നത്. നാളെ തുടങ്ങണതിൽ വളരെ സന്തോഷം. ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്ന തമ്പി തന്നെ വിളിക്കാം അല്ലേ? അങ്ങനെ ഒരു സംവിധായകൻ നമുക്ക് ഉണ്ടായതിൽ വളരെ സന്തോഷം. ഒരുപാട് നാളായി ഈ കഥയും കേട്ടുകൊണ്ട് കാത്തിരിക്കുന്നത്. ബിജുവിൻ്റെ കൂടെ 2 സിനിമ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയും കൂടി ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. പിന്നെ എല്ലാവരും എനിക്കറിയപ്പെട്ട ആളുകളാണ് എല്ലാവരും. അതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും പ്രാർത്ഥനയും ഇതിലുണ്ടാവണമെന്ന് പറയുകയാണ്. ആശംസകൾ നേരുന്നതിന് വേണ്ടി ആഷിഖ് ഖാദിലിനെ ഞാൻ കാര്യത്തിന്റെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കമലിന്റെ സിനിമയിലേക്ക് എന്നെ ആശംസിച്ചതിന് ആദ്യം നന്ദി. ഈ സിനിമയ്ക്ക് എല്ലാ ആശംസകളും. സാർ 2 വാക്കിൽ ആശംസിക്കുകയാണ്, കുഴപ്പമില്ല. ആശംസകൾ തന്നെ ഗണപതിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളത് കയ്യടി കൊടുക്കുക. എന്താണ് സൗകര്യം? മാജിക് ഫിലിംസിന്റെ 35ാമത്തെ പ്രൊഡക്ഷന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ടീച്ചറിന്റെ കൂടെ കുറെ കാലത്തിന് ശേഷം ഒരു സിനിമ ചെയ്യാൻ സാധിക്കുന്നത് സന്തോഷം. പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഒരാളായ ജോസഫ് വിജീഷ് ഒരുപാട് കാലമായിട്ട് എനിക്ക് അറിയുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു കഥ ഒരു സിനിമയാവണമെന്നുള്ളത് വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു. പിന്നെ തമ്പി 1 കൊല്ലത്തിൽ അടുത്തായി നമ്മൾ ഈ സിനിമ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം നാളെ ഈ സിനിമ തുടങ്ങുന്നതിൽ വളരെ സന്തോഷം. ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി.